മിസ്റ്റർ ജോർജ് ജോസഫ് തിരുവനന്തപുരം, മിസ്റ്റർ KT സൽമാൻ, മിസ്റ്റർ ഉമേഷ് പിഷാരടി. ഞാൻ നിങ്ങളുടെ ഒരു അധ്യാപകനായിരുന്നു, പക്ഷെ ഒരിക്കലും ഒരു ഗുരുശിഷ്യ ബന്ധമായിരുന്നില്ല നമ്മൾ തമ്മിൽ, അല്ലേ? ഒരു ദ്രവിച്ച ട്രാവൽ ഏജൻസി, ജുഗുപ്സാവഹമായ ഒരു ബാർബർ ഷോപ്പ്, ദുർഗന്ധപൂരിതമായ ഒരു പലചരക്ക് കട, ഇതെല്ലാം നടത്തി തീർന്നു പോകാനുള്ളതായിരുന്നില്ല നിങ്ങളുടെ ജീവിതം. ഞാൻ നിങ്ങളെ കൊണ്ട് ഓരോരോ ബിസിനസ് ചെയ്യിപ്പിച്ചത് എന്റെ നേട്ടത്തിന് വേണ്ടിയായിരുന്നില്ല. ഐ വാണ്ടഡ് യു ടു തിങ്ക് ബിഗ്. വലുതായിട്ട് ചിന്തിക്കാത്ത സമയത്ത് ചെറുതായിട്ട് കഞ്ഞിയെങ്കിലും കുടിച്ചുകൊണ്ടിരുന്നതാ. ഓ എന്റെ കുഞ്ഞമ്മയുടെ കഞ്ഞി. പണ്ട് ഇതുപോലൊരു ഇംഗ്ലീഷ് പറഞ്ഞ മാഷ് ഞങ്ങളെ കൊണ്ട് ഈ ഫാക്ടറി തുടങ്ങിപ്പിച്ചത്. ക്ഷണിക്കണണ്ടില്ലേ? പഴയ കാര്യങ്ങൾ പറഞ്ഞിനി സമയം കളയണ്ട. നമ്പ്യാർമാരുടെ 75 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ മാഷ് കണ്ടേക്കുന്ന പ്രോജക്റ്റ് എന്നതാണ്. പറയാം. ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ചിട്ടുള്ള അച്ചടിച്ച മൂല്യങ്ങളുള്ള കടലാസ കഷ്ണങ്ങളുടെ സഞ്ചയത്തെ നമ്മുടെ ശാരീരികമായ പ്രാഗൽഭ്യം ഉപയോഗിച്ച് സ്ഥാനമാറ്റം വരുത്തി നമ്മുടെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നു. Got it? വീണ്ടും വട്ടായ. അച്ചടിച്ച മൂല്യങ്ങളുള്ള കടലാസിന്റെ സ്ഥാനമാറ്റം. മോഷണം. വല്ലവന്റെ കാശ് മോട്ടിക്കണ കാര്യമാണ് ഇയാൾ പറയുന്നത്. മോഷണോ? ശരിക്കും മോഷണമല്ല, ഒരു ബാങ്ക് കൊള്ള. വിട്. പറയുമ്പോ നമ്മൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഇല്ലെങ്കിലും വെറും ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ് ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചെങ്കിലും മാഷാണ്. അതുകൊണ്ട് അടങ്ങ്. സെറ്റിൽ. പ്രിയപ്പെട്ട സാർ, എന്റെ വീടിന്റെ ആധാരമാണ് ഇതേ ഇങ്ങനെ തുരുമ്പിച്ച് കിടക്കുന്നത്. സാറിന്റെ മറ്റൊരു തിങ്കിങ് ബിഗ്. കാശ് ഒരുപാട് പോയെങ്കിലും കഴുത്തറ്റം കടമാണെങ്കിലും ഞങ്ങൾ ആരും ഇതുവരെ നിയമത്തിന് വിധേയമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല. ഇനി ചെയ്യാലോ? ഒരു ബാങ്ക് കൊള്ളയടിക്കാന്നൊക്കെ പറഞ്ഞത്. സി സ്റ്റുഡൻസ്, ഇതൊരു ബാങ്ക്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് നിങ്ങൾ അട്ടസിച്ചോളൂ. ലിസൺ, ഇതൊരു വമ്പൻ ബാങ്ക് ഒന്നുമല്ല. നിങ്ങൾ കാശ് കൊടുക്കാനുള്ള കൊള്ളപ്പലിശക്കാരായ നമ്പ്യാർമാരുടെ ഫിനാൻസ് സ്ഥാപനം തന്നെയാണ് കൊള്ളയടിക്കുന്നത്. സി, അതൊരു കൊച്ചു ഫിനാൻസ് കമ്പനി ആയതുകൊണ്ട് 4 or 5 സ്റ്റാഫേ ഉള്ളൂ. പേരിന് പോലും ഒരു സെക്യൂരിറ്റി ഇല്ല. ഒരു സാധാരണ കെട്ടിടം. പിന്നെ കള്ളപ്പണക്കാര് ധാരാളം കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ നമ്പ്യാർമാർ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനും സാധ്യതയില്ല. അത്തരമൊരു ഫ്രോഡ് സ്ഥാപനം കൊള്ള ചെയ്യുന്നതിലൂടെ നമ്മൾ സാമൂഹിക സേവനം കൂടിയാണ് ചെയ്യുന്നത്. മാത്രമല്ല, കൊള്ള ചെയ്യുന്ന കാശ് അടുത്ത ദിവസം തന്നെ നമ്പ്യാർമാർക്ക് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ കൊള്ള ചെയ്യുന്നുമില്ല. അല്ലടേ, അല്ല മാഷെ, അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കൊള്ളയടിക്കുന്നുമില്ല, എന്നാൽ നമ്മുടെ കടവും തീരുന്നു അല്ലേ? എക്സാക്ട്ലി. അളിയ, നമ്മള് മാഷിനെ വെറുതെ തെറ്റിദ്ധരിച്ചു കേട്ടോ. സത്യം. നമ്മള് ജയിലിടിഞ്ഞാലും വെളി വരാത്ത ഐഡിയ ആണ് ഈ തോലം പറഞ്ഞോണ്ട് വരുന്നത്. നമ്പ്യാരന്മാര് നമ്മുടെ സ്വത്തെല്ലാം ജപ്തി ചെയ്തിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ ഗതി കിട്ടാതെ അലയുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ജീവപര്യന്തം ജയിലിൽ കിടക്കുന്നത്? ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ നോക്കണ്ട, ഞാനില്ല. മാഷെ, ഈ ബാങ്ക് കൊള്ളയടിക്കാൻ ചില അത്യന്താധുനിക സജ്ജീകരണങ്ങളൊക്കെ വേണ്ടേ? ഒന്നും വേണ്ട, ഒരൊറ്റ കാര്യം മാത്രം മതി. എന്താ അത്? ഭയം മാറിയ ഒരു മനസ്സ്. അതിനിപ്പോ എവിടെ പോവാൻ? ഇവന്റെ കാണോ? നമ്പേട്ടാ, 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 എന്തോ നടക്കുന്നത് കീർന്ന നമ്പി അനിയ. കുബേര വരുന്നു, കുബേര വരുന്നു. കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. എവിടെ എവിടെ? കാക്ക വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഡെപ്പോസിറ്റ് ചെയ്യാൻ വിരുന്നുകാർ വരുമെന്ന്. കുബേര നിയമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പലിശക്കാരെ ഒക്കെ പൊക്കുന്നു. സൂക്ഷിക്കണം, ഏത് സമയവും നമ്മളെയും പിടിക്കും ചേട്ടാ. നമ്പേട്ടാ, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. വേഗം സിറ്റി ഹോസ്പിറ്റലിൽ പോവാം. നമ്പേട്ടാ, അവിടെ പോണ്ട. അവന്മാര് നമ്മളെക്കാളും കഴുത്തറപ്പന്മാരാ. ഇത് പിന്നെയും താങ്ങാം, അവന്മാരെ ബില്ല് താങ്ങാൻ പറ്റൂല. നീ പോയി അമൃതാഞ്ചി എടുത്തോണ്ട് വാ. ഡോക്ടറെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം നമ്പേട്ടാ. എനിക്കൊന്നും ഇല്ലടാ. ഇതുവരെ എത്തി, ഇത്രയൊക്കെ നേടി. അതിനിടയിലാണ് അവന്റെ അപ്പൂപ്പന്റെ ഒരു കുബേര. നീ ഇപ്പൊ തന്നെ എല്ലാ ബ്രാഞ്ചിലും വിളിച്ചറിയിക്കേ. നമ്മൾ പുറത്തിറക്കിയിരിക്കുന്ന കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ വിളിക്കേ.
എടാ ജോയും ടീമും കാശ് തരാന്ന് പറഞ്ഞ അവസാന അവധി നാളെയല്ലേ? അതെ, തന്നില്ലെങ്കിൽ അവന്മാരും പിടിക്കണം നമ്പ്യാ. ഭദ്രാ, ഓ ജബ്ബാറേ മുതലാളി, ഉറക്കം എണീറ്റോ? നാളെ എല്ലാവരും കൂടെ ഉണ്ടാവണം. ചാപ്പാട് ഓടിച്ച് കിടന്ന് ഉറങ്ങിക്കളയരുത്. ഇല്ലേ, ആ ജോയും കൂട്ടരെയും ചിലപ്പോ ഗോഡൌണിൽ എത്തിക്കേണ്ടി വരും. ആ ശരി മുതലാളി. ഫിക്സ്. നീ വന്നേ. ആ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. വാ. എടാ ജോ, ഞാൻ പറയുന്നത് കേൾക്ക്. പറയുന്നേക്ക്. നീ അവിടെ ഒന്ന് ജോ. നിന്നെ. വിട്. എടാ, മരണം വരെ സത്യസന്ധനായി ജീവിച്ച ഒരു പോലീസ് ഓഫീസറുടെ മകനാണ് ഞാൻ. അതുകൊണ്ട് കടപ്പെട്ട് നിൽക്കുകയാണെന്ന് കരുതി കണ്ടവന്റെ സ്വത്തടിച്ചു മാറ്റാനൊന്നും എന്നെ കിട്ടത്തില്ല. എടാ, നമ്മുടെ കടം തീർക്കാൻ ഇതിനേക്കാളും നല്ല ബെറ്റർ ഐഡിയ വല്ല നിന്റെ ഉണ്ടോ? ഇല്ലല്ല. പിന്നെ നീ കൂടുതൽ ഷോ കാണിക്കല്ലേ ജോ. എന്റെ മാഷ ഇത് പിടിക്കപ്പെട്ട ഹലോ? ക്രിമിനൽ ഒഫൻസ് ആണ്. പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് നമുക്ക് അയ്യോ ആണോ? എന്നാണ് തീരൂടാ. നമ്മളെല്ലാവരും നാളെ വൈകുന്നേരത്തോടു കൂടി തീരും. നീ കാര്യം തെളിച്ച് പറ. എടാ, നമ്പ്യാരന്മാരും ഒരു ലോഡ് ഗുണ്ടകളുമായിട്ട് നമ്മളെ പൊക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? ചക്കര. ആര്? ചക്കരേ? ഒന്നുമില്ല. ഈ ചക്കരയെന്ന് ലോകത്തിലെ രണ്ട് വസ്തുക്കളെ വിശേഷിപ്പിക്കാറുള്ളൂ. ഒന്ന് ഭക്ഷിക്കുന്ന ശർക്കരയെ, രണ്ട് പ്രേമിക്കുന്ന പെണ്ണിനെ. ആദ്യത്തെ ചക്കര എൻ്റെ അറിവില് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാറില്ല. ആരുടെ? രണ്ടാമത്തെ ചക്കര തന്നെ മൂത്ത നമ്പ്യാരുടെ ഭാര്യ രാധിക. അയ്യേ, ഇതിലെനിക്ക് പങ്കില്ല. ഇതൊക്കെ എപ്പോഴേ? നമ്മൾ വാങ്ങിച്ച കാശിന്റെ ആദ്യത്തെ പലിശ കൊടുക്കാൻ ചെന്നപ്പോഴാ ഞാൻ ആ മുതലിനെ പരിചയപ്പെടുന്നത്. പിന്നെ പലിശ കൊടുക്കാൻ അവളല്ലേ കാശ് തന്നോണ്ടിരുന്നത്. ഞാൻ നമ്പ്യാർമാർക്ക് കൊടുക്കും, അവളത് വാങ്ങി ബാക്കി കൂടെ എനിക്ക് തരും. ഇപ്പൊ അവന്മാര് മുതല് തിരിച്ചു ചോദിച്ചപ്പോഴല്ലേ കുടുങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കൊടുത്തും വാങ്ങിച്ചും മിണ്ടാതെ കൊണ്ടുപോകാന്. ജോ, ഇനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്ത്. കൊള്ളയടിക്കാളിയാ. ദേവമോളെ, ആ പപ്പേട്ട പുതിയ കോളെന്തെങ്കിലും ഉണ്ടോ? വെഞ്ചാപ്പൂരിക്ക് ഓട്ടം വന്നിട്ടുണ്ട്. 3 ലേഡീസാ, ഒരാഴ്ചത്തെ ട്രിപ്പാ. പറ്റുമോ? പറ്റുമോന്നോ? ആരാ പാർട്ടീസ്? ഊട്ടിയിൽ ഏതോ കോളേജിൽ നിന്ന് ഡോക്യുമെന്റ് എടുക്കാമെന്ന പിള്ളേരാ. നാളെ രാവിലെ 9 മണിക്ക് ബെഞ്ചാപ്പുരിക്ക് പോകണം, ലാമ കോളനിയിൽ. ഓക്കെ? പപ്പേട്ടൻ എനിക്ക് ഗുണം വരുന്നതേ ചെയ്യുള്ളൂ എന്നറിയാം. എന്നാലും കാശിന്റെ കാര്യത്തിൽ എങ്ങനെയാ? നീറ്റ് സെറ്റപ്പ് ആണല്ലോ അല്ലേ? ആ പിന്നെ നല്ല കാശുകാരാ. ഒരാൾ MBയുടെ അനുസരവളാ. റിസോർട്ട് ഞങ്ങളോട് ഒന്നിനും ബാർഗൈൻ ചെയ്തിട്ടില്ലെന്നേ. ആണോ? ഈശ്വരാ, എന്നോടും ബാർഗൈൻ ചെയ്യല്ലേ. 100 കൂട്ടം ആവശ്യങ്ങളുള്ളതാ. അപ്പൊ കൃത്യം 9 മണിക്ക് റിസോർട്ടിന്റെ നടയില് ദേവ് റെഡി. നെയ്യപ്പം എടുത്തോണ്ട് പോവല്ലേ? അടിക്കല്ലേ ബിന്ദു. 2 സുഹിയനും 1 കട്ടൻ ചായ. ഈ പല്ലിയേക്കണ ബ്രഷ് ആരുത് ഇവിടെ കൊണ്ടുവച്ചത്? കയ്യേറേ, അത് ബ്രഷൊന്നും അല്ല. തറ കിടന്നാ മതിയായിരുന്നു. എടാവുവെ, സ്വന്തം തന്തയെ കണ്ട് ഞെട്ടുന്ന ലോകത്തിലെ ആദ്യത്തെ പുത്രൻ നീയായിരിക്കും. എടാ മാക്കാനെ, ഞാൻ തന്നെയായത്. അയ്യോ, ഇതെന്ത് വേഷം? ഇതെങ്ങനെ ഇവിടെ? മരിച്ചുപോയെന്ന് കരുതി നീ എന്നെ വില കുറച്ച് കാണരുത്. അയ്യോ, അങ്ങനല്ല. അപ്പച്ചന് മൊത്തത്തിലൊരു മാറ്റം. ഇതിപ്പോ ഒരു ജാങ്കോ സ്റ്റൈൽ. ആരുടെ കുഴപ്പം? എടാ, ചെറിയ പള്ളി നമ്മുടെ തോട്ടുമുക്കത്തെ സേവ്യറിന്റെയും മാത്തച്ഛന്റെയും തൊട്ടടുത്ത് അടക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ അടക്കിയത് എവിടാ? ഒന്ന് ഓർത്തു നോക്കിയേ. ആ ബാംഗ്ലൂരിൽ വണ്ടി ഇടിച്ചെത്ത ജിമ്മി ചെറുക്കന്റെ തൊട്ട അയൽവക്കത്ത്. അവനായിപ്പോ എന്റെ കമ്പനി പിടിച്ചു നിൽക്കണ്ടേ മണിയാ? അപ്പച്ചൻ അമ്മച്ചിയെ പോയി കണ്ടായിരുന്നോ? എന്തിന്? ജീവിച്ചിരുന്നപ്പോഴോ ഒരു നുള്ളു മനസമാധാനം അവൾ എനിക്ക് തന്നിട്ടില്ല. വല്ല വിധേനെ അവളെന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതും പോരാ, ആ ഏരിയയിലോട്ട് ഞാൻ. അപ്പോ എന്നെ കാണാനായിട്ട് മാത്രം വന്നാന്നോ? പിന്നെ കാണാൻ പറ്റിയ ഒരു ചളുക്ക്. ഞാൻ ചുമ്മാ ഈ വഴിക്ക് പോയപ്പോ കയറിയതാ. ഏയ്, നീ ബാങ്ക് കൊള്ളടിക്കാൻ പോണ?
അപ്പച്ച, കേരളത്തിലെ ഏറ്റവും സത്യസന്ധനായ പോലീസ് ഓഫീസറിന്റെ മകൻ അങ്ങനെ ചെയ്യുന്ന അപ്പച്ചന് തോന്നുന്നുണ്ടോ? ലൊട്ട ചെയ്യണം. എടാ വല്ല വിധേനയും 10 കാശുണ്ടാക്കി ആ കടമൊക്കെ തീർത്ത് സെറ്റിലാവാൻ നോക്ക്. നേരെ ചൊവ്വേ നിന്നെ കൊണ്ട് ആ കാശുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ മാഷ് പറഞ്ഞ ഐഡിയ കൊള്ളാം. അപ്പച്ച, നീ ഓവറാക്കണ്ട. നിനക്കൊരു പാതി മനസ്സുണ്ടെന്ന് എനിക്കറിയാം. ഈ അവസരത്തില് ഒരു മാലാഖയെ പോലെ എന്നെ നേർവഴിക്ക് നടത്തേണ്ട അപ്പച്ചനാണോ ഈ... മക്കളെ, ദൈവമാവാൻ അവസരമുള്ളപ്പോൾ എന്തിനാടാ വെറുതെ മാലാഖയാവുന്നത്? മോണ്ടിക്കാന്ന പോയി ചെയ്യടാ. ഇതൊക്കെ ഒരു വലിയ കളിയുടെ ഭാഗമായി കണ്ടാ മതി. കളിയാ? ആ കളിയല്ല, ഒരു മാസ്റ്റർ പ്ലാൻ. ഈ പ്രപഞ്ചം നിന്നെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കളി. ദൈവമാവാൻ അവസരമുള്ളപ്പോൾ എന്തിനാടാ വെറുതെ മാലാഖയാവുന്നത്?